വെൽക്കം ഓൾ. നമ്മൾ ഇന്ന് എടുക്കുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനിലെ അടുത്ത ഫംഗ്ഷനായ കൊസീക് എക്സ് ആണ്. അതിന്റെ ഇൻവേഴ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കഷൻ നടത്തുന്നത്. അപ്പോൾ കൊസീക് എക്സിന്റെ ഡൊമെയിൻ, കൊസീക് എക്സ് എന്നുള്ള ഗ്രാഫ് നോക്കുമ്പോൾ അറിയാം ഓരോ ബ്രാഞ്ചായിട്ടാണ് നിൽക്കുന്നത്. ഈ ഷേപ്പിലുള്ള ഒരു ഗ്രാഫാണ്. അത് ഓരോരോ ബ്രാഞ്ചുകളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഡൊമെയിനിൽ നിന്ന് കുറേ പോയിന്റ്സ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കൊസീക് എക്സിന്റെ ഡൊമെയിനിൽ നിന്നും. അപ്പോൾ ഏതൊക്കെ പോയിന്റ്സ് ഉണ്ട്? കൊസീക് എക്സ് എന്ന് പറയുമ്പോൾ 1/sin x ആണ്. ആവുന്ന പോയിന്റ്സ് ആണ് ഒഴിവാക്കിയിരിക്കുന്നത്. അതായത് ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ്സ്. അതായത് x = 0 ഒഴിവാക്കിയിട്ടുണ്ട്. π 2π ലെഫ്റ്റിലോട്ട് -π -2π എക്സെട്ര. ജനറൽ ആയിട്ട് പറഞ്ഞാൽ കൊസീക് എക്സിന്റെ ഡൊമെയിനിൽ നിന്നും സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്നും x = n/, വരുന്ന പോയിന്റ്സ് n ബിലോങ്സ് ടു z ഡൊമെയിനിൽ നിന്ന് ഒഴിവാക്കിയേക്കുവാണ്. അപ്പൊ കൊസീക് എക്സിന്റെ ഡൊമെയിൻ നമുക്ക് ഇങ്ങനെ എഴുതാം: cosec x = r minus set of all x such that x = n/n belongs to s to r lot set of all real numbers. അപ്പോൾ cosec x ന്റെ കോഡൊമെയിൻ r ആണ്. ഇവിടെ നോക്കിയ ഗ്രാഫ് നോക്കിയാൽ അറിയാം. cosec x ന്റെ ഗ്രാഫ് നോക്കുമ്പോൾ അറിയാം 1ന്റെ മുകളിലോട്ട് ഗ്രാഫ് ഉണ്ട്, -1ന്റെ താഴോട്ട് ഗ്രാഫ് ഉണ്ട്. -1 ക്ലോസ്ഡ് ഇന്റർവൽ -1 ഈ ഇന്റർവലിന് ഇടയ്ക്ക് ഗ്രാഫ് ഇല്ല എന്ന് പറഞ്ഞാൽ ആ പോയിന്റ്സ് കൊസീക് എക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഈ പോയിന്റ്സ് ഒഴികെ ഗ്രാഫ് വരുന്നില്ല. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്ന് ക്ലോസ്ഡ് ഇന്റർവൽ -1നെ ഓപ്പൺ ഇന്റർവൽ -1നും 1നും ഇടയ്ക്ക് വരുന്ന അതിൻ്റെ ഉള്ളിലെ പോയിന്റ്സിനെ നമ്മൾ ഒഴിവാക്കിയേക്കുന്നതായിട്ട് കാണാം. അപ്പൊ കോഡൊമെയിൻ ആറാണ്. ആ കോഡൊമെയിനെ നമുക്ക് ഈ കൊസീക് എക്സിന്റെ റേഞ്ചിലോട്ട് റെസ്ട്രിക്ട് ചെയ്യാം. അപ്പം കൊസീക് എക്സിന്റെ റേഞ്ച് എന്താണെന്ന് നോക്കാം. r മൈനസ് ഓപ്പൺ ഇന്റർവൽ -1 1 ആണ്. അപ്പം നമ്മളതിന്റെ റേഞ്ച് റെസ്ട്രിക്ട് ചെയ്ത് വെച്ചിട്ട് ഇനി ആ റേഞ്ച് വരത്തക്ക രീതിയിൽ നമുക്ക് ഡൊമെയിനും കൂടി റെസ്ട്രിക്ട് ചെയ്ത് ഈ ഫംഗ്ഷനെ 1 1 ആക്കാം. അപ്പൊ ഈ ഫംഗ്ഷൻ 1 1 അല്ലാന്ന് കാണുമ്പോൾ അറിയാം യു ഷേപ്പിലുള്ള ഗ്രാഫാണ് വരുന്നതെല്ലാം യു ഷേപ്പിൽ. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫിനെ ഒന്നിലധികം പോയിന്റിൽ കട്ട് ചെയ്യും. ഗ്രാഫ് വരച്ചാൽ നമുക്കറിയാം ഒന്നിലധികം പോയിന്റ് കട്ട് ചെയ്യും. ഗ്രാഫ് ഒന്നിലധികം പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്നിലധികം പോയിന്റ് കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ കോഡൊമെയിനുള്ള ഒരു പോയിന്റിന് എല്ലാ ഓരോ പോയിന്റ്സിന് ഒന്നിലധികം പ്രീ ഇമേജ് വരുന്നു. കോഡൊമെയിലുള്ള ഒരു പോയിന്റിന് ഒന്നിലധികം പ്രീ ഇമേജ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിന് നമുക്കിവിടെ ഒരു വേണമെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഇത് 1 1 അല്ല എന്ന് നമുക്ക് കാണാം. 1ന് മുകളിലിരിക്കട്ടെ, ഇവിടെ 3 എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കട്ടെ. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫിന് ഒന്നിലധികം പോയിന്റ് കട്ട് ചെയ്യുന്നു. അവിടെ എല്ലാം കോഡൊമെയിനിലെ പോയിന്റ് 3 ആണ്. ആ 3ക്ക് പ്രീ ഇമേജ് നമുക്ക് എക്സ്ട്രാ 3ക്ക് ഒരുപാട് പ്രീ ഇമേജ് വരുന്നുണ്ട്. അപ്പൊ കോഡൊമെയിനിലെ ഒരു പോയിന്റിന് ഒന്നിലധികം പ്രീ ഇമേജ് ഉണ്ടായ ഫംഗ്ഷൻ എന്തല്ല 1 1 അല്ല. അപ്പം ഈ റേഞ്ച് നമുക്ക് ഓപ്പണിന് r മൈനസ് ഓപ്പൺ ഇന്റർവൽ -1 1 റേഞ്ച് വരത്തക്ക രീതിയിൽ അതിന് റെസ്ട്രിക്ട് ചെയ്തേക്കുക. കോഡൊമെയിനെ നമുക്ക് ഈ റേഞ്ചിലോട്ട് റെസ്ട്രിക്ട് ചെയ്യുക. അത് മാറ്റം ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് ഈ ഡൊമെയിനെ കൂടി റെസ്ട്രിക്ട് ചെയ്ത് ഈ ഫംഗ്ഷൻ 1 1 ആക്കണം. അപ്പൊ ഇനി നമ്മൾ ഈ ഫംഗ്ഷനെ 1 1 ആക്കാനായിട്ട് നമ്മൾ ഒരു ഇന്റർവൽ എടുക്കും. ഈ ഒരു ഇന്റർവൽ അതായത് ക്ലോസ്ഡ് ഇന്റർവൽ -π/2. അവിടെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം 0 എന്ന് പറയുന്ന പോയിന്റ് ഗ്രാഫിൽ ഡിഫൈൻ ചെയ്യുന്നില്ല. 0 ഈസ് നോട്ട് ഡിഫൈൻഡ്. എന്തുകൊണ്ട്? 0യിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പൊ ക്ലോസ്ഡ് ഇന്റർവൽ -π/2 മൈനസ് സെറ്റ് 0. കൊസീക് എക്സിന്റെ ഡൊമെയിനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത് കൊസീക് എക്സിന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഇപ്പം ക്ലോസ്ഡ് ഇന്റർവൽ -π/2 മൈനസ് സെറ്റ് 0. ഇപ്പൊ ഈ ഫംഗ്ഷൻ റേഞ്ച് അത് തന്നെ r മൈനസ് ഓപ്പൺ ഇന്റർവൽ -1. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തായി? 1 1 ആയി, ഓൺ ടു ആയി. അപ്പൊ ഫംഗ്ഷൻ എന്തായി? സോ ഇറ്റ് ബിക്കംസ് ഇൻവെർട്ടബിൾ. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു റേഞ്ചിലല്ല, നമുക്ക് മറ്റുള്ള ഗ്രാഫുകൾ പറഞ്ഞ പോലെ മറ്റുള്ള റേഞ്ചിൽ നമുക്ക് ഇതിനെ റെസ്ട്രിക്ട് ചെയ്താം. π/2 3π/2 ഓപ്പൺ ഇന്റർവൽ π/2 3π/2. അപ്പം അതിന്റെ ഡൊമെയിൻ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ π/2 3π/2 മൈനസ് ഏത് പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻ ഇല്ല, π മൈനസ് സെറ്റ് π. അതാണ് അതിന്റെ ഡൊമെയിൻ. അടുത്ത ഇനി വേറൊരു ഇന്റർവെല്ലിൽ നമുക്ക് ലെഫ്റ്റിലോട്ട് വേണമെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യാം. അപ്പം വെക്കുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ -3π/2 -π/2 മൈനസ് ഏത് പോയിന്റ് ഇവിടെ ഡിഫൈൻഡ് അല്ല, മൈനസ് സെറ്റ്
മൈനസ് ഓഫ് സെറ്റ് ഓഫ് മൈനസ് പൈ. ഇപ്പം മൈനസ് പൈൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. പക്ഷെ നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ ഈ ഒരു ബ്രാഞ്ചിലാണ് നമ്മൾ കൊസീക് എന്ന് പറയുന്ന കൊസീക് ഇൻവേഴ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ അത് എന്താണെന്ന് നോക്കാം. അപ്പൊ കൊസീക് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 ആയി, 1 ആയി, ഇൻവെർട്ടബിൾ ആയി. അപ്പൊ കൊസീക് എക്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് കൊസീക് ഇൻവേഴ്സിന്റെ റേഞ്ച് ആയിട്ട് മാറും. കൊസീക്കിന്റെ റേഞ്ച് കൊസീക് ഇൻവേഴ്സിന്റെ ഡൊമൈൻ ആയിട്ട് മാറും. അങ്ങനെയാണല്ലോ തിരിച്ചും. എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു വൈ ആണ്, തിരിച്ച് എഫ് ഇൻവേഴ്സ് ഫ്രം വൈ ടു എക്സ്. ഡൊമൈൻ റേഞ്ച് ആകും, റേഞ്ച് ഡൊമൈൻ ആകും ഇൻവേഴ്സ് ഫംഗ്ഷനിൽ വരുമ്പോൾ. അപ്പൊ ഇവിടെ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫംഗ്ഷൻ ഇൻവെർട്ടബിൾ ആയി, ഇൻവേഴ്സ് ഉണ്ട്. ഇനി എന്തുകൊണ്ട് ഈ ബ്രാഞ്ച് സെലക്ട് ചെയ്തു? അപ്പൊ കൊസീക് ഈ ബ്രാഞ്ച് വരുന്നത്, അതായത് ഓപ്പൺ ഇന്റർവൽ ക്ലോസ് ഇന്റർവൽ -π/2 -0, ഈ ഒരു റേഞ്ചിൽ വരുന്ന കൊസീക് ഇൻവേഴ്സിന്റെ വാല്യൂവിന് ഒരു പർട്ടിക്കുലർ പേരുണ്ട്, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അപ്പൊ ഇനി നമ്മൾ കൊസീക് ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ പറയുമ്പോഴെല്ലാം ഈ ഒരു ഇന്റർവെല്ലായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി കൊസീക് ഇൻവേഴ്സിന്റെ ഡെഫിനിഷനിലോട്ട് പോകാം. ഇതിനകത്ത് ഈ ഡൊമൈനിൽ ഒരു പോയിന്റ് കൊസീക് ഇൻവേഴ്സ് വരുമ്പോൾ y ആക്സിൽ x ആക്സിലോട്ടാണ് ഗ്രാഫ് എങ്കിൽ നമുക്ക് കൊസീക് ഇൻവേഴ്സ് y ഈക്വൽ ടു x ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ -π/2 സെറ്റ് 0. അപ്പൊ കൊസീക് ഇൻവേഴ്സ് y ഈക്വൽ ടു x. ദിസ് ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എഴുതാം? y-യുടെ y1 ഇത് വേണമെങ്കിൽ ഒരു പോയിന്റ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ പോയിന്റ് എന്നാ കൊടുത്തിരുന്നത്, ഇനി വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം. റീനെയിം ചെയ്ത് y1 എന്ന് കൊടുക്കാം. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് ആ പോയിന്റിൽ നിന്ന് ഗ്രാഫിലോട്ട് പോയിന്റ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് കൊടുത്തു. അത് എന്ത് ആയിക്കോട്ടെ. അവിടെ നിന്നും നമുക്ക് ഇതിന്റെ പ്രീമേറ്റ് കിട്ടാനായിട്ട് ആ പോയിന്റിൽ നിന്നും x ആക്സിലോട്ട് ലൈൻ വരയ്ക്കണം. കറക്റ്റായിട്ട് ആ പോയിന്റ് വരാനായിട്ട് ഞാൻ ഈ ലൈൻ ഉപയോഗിച്ചേക്കുന്നേ ഉള്ളൂ. ആ ലൈൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എന്നാലും ഇത് പറയാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പറയാം. നമുക്കിത് ഉപയോഗിച്ചൊന്ന് വേണമെങ്കിൽ പറയാം. ഈ പോയിന്റ് നമുക്ക് ഒരു പേര് കൊടുക്കാം, x. ഇതിന് നമുക്ക് x1 എന്ന് പേര് കൊടുക്കാം. x1 ഇപ്പൊ ഇങ്ങനെ പറയാം, കൊസീക് x1ന്റെ കൊസീക് എന്ന ഗ്രാഫിലെ ഇമേജ് ആണ് y1. ഇപ്പൊ എക്സിൽ നിന്ന് വൈലോട്ടാണ് ഫംഗ്ഷൻ. ഡൊമൈന് കോഡൊമൈൻ x to y-ലോട്ടാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ x ആക്സിൽ നിന്നും ഗ്രാഫിൽ നിന്നും y ആക്സിലെ പോയിന്റിലോട്ട് എത്തണം. അപ്പൊ x1ന്റെ കൊസീക് എന്ന് പറയുന്ന ഗ്രാഫിന്റെ ഇമേജ് ആണ് y1. കൊസീക് x1 ഈക്വൽ ടു y1. ഇനി തിരിച്ച് നമ്മൾ y-യിൽ നിന്ന് x-ലോട്ടാണ് തിരിച്ചാണ് വരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? y ആക്സിലെ ഒരു പോയിന്റ് ആണ്, കോഡൊമൈനിലെ ഒരു പോയിന്റ് ആണ് y1. അപ്പം അത് ഗ്രാഫ്, അപ്പം കൊസീക്കിന്റെ ഗ്രാഫല്ല അവിടെ പറയേണ്ടത്. തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്താണ് തിരിച്ചെടുക്കുമ്പോൾ അത് കൊസീക് ഇൻവേഴ്സിന്റെ ഗ്രാഫായിട്ട് മാറും. അപ്പൊ കൊസീക് ഇൻവേഴ്സ് y1ന്റെ കൊസീക് ഇൻവേഴ്സ് എന്നുള്ള ഗ്രാഫിലെ ഇമേജ് ആണ് x1. അപ്പൊ ഇങ്ങനെ എഴുതാം. കൊസീക് ജനറലായിട്ട് നമ്മുടെ അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെ പറഞ്ഞാൽ കൊസീക് ഇൻവേഴ്സ് y equal to x implies y equal to cosec x. Cosec inverse y equal to x implies y equal to cosec x. Cosec x equal. Welcome all. ഇവിടെ ചർച്ച ചെയ്യുന്ന sec x-ഉം അതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷനും അതിന്റെ ഡെഫിനിഷനും sec ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഡെഫിനിഷനും അതിന്റെ ഗ്രാഫും ഒക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ sec x എന്ന് പറയുന്ന ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ sec x എന്ന് പറയുന്ന ഗ്രാഫ് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, കുറേ പോയിന്റ്സിൽ ഡൊമൈനിലുള്ള കുറേ പോയിന്റ്സിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. sec x എന്ന് പറഞ്ഞാൽ എന്താണ്? 1/cos x.
sec x equal to 1 by cos x ആണ്. അപ്പോൾ cos x 0 ആവുന്ന പോയിന്റ്സിലൊന്നും ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അതായത് cos x 0 ആവുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ഇവിടെ വരുന്നുണ്ട്, 0യിൽ 0 അല്ല, π/2 ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, -π/2 ഡിഫൈൻഡ് അല്ല, 3π/2 ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, 5π/2 ഡിഫൈൻഡ് അല്ല, -π/2 ഡിഫൈൻഡ് അല്ല. അങ്ങനെ അപ്പം നമ്മൾ ജനറലായിട്ട് എക്സ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിന് ഈ പോയിന്റ്സ് എല്ലാം ഒഴിവാക്കിയേക്കാണ് sec xന്റെ ഡൊമൈൻ. അപ്പോൾ sec xന്റെ ഡൊമൈൻ നമുക്ക് ഇങ്ങനെ എഴുതാം, r മൈനസ് സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു ഏത് ഫോമിൽ വരുന്ന 2n + 1 × π/2 n ബിലോങ്സ് ടു z. ഈ ഫോമിൽ വരുന്ന എലമെന്റ്സിനെ എല്ലാം sec xന്റെ ഡൊമൈനിൽ നിന്ന് ഒഴിവാക്കിയേക്കുവാണ്. ഇനി sec xന്റെ കോഡമീൻ ശ്രദ്ധിച്ചാൽ അറിയാം, sec xന്റെ കോഡമീൻ r, sec xന്റെ കോഡമീൻ r ടു ഡൊമൈൻ ടു ആറിലോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പം നമ്മൾ എങ്ങനെ വന്നാൽ ഫംഗ്ഷൻ 1 അല്ല, sec xന്റെ ഫംഗ്ഷൻ 1 അല്ല എന്ന് നമുക്ക് ഈ ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് അറിയാം. അപ്പോൾ sec xന്റെ കോഡമീനെ നമുക്ക് എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാം? അപ്പോൾ ഈ ഗ്രാഫിനകത്ത് 1ന് മുകളിലോട്ടേ ഉള്ളൂ ഗ്രാഫ്, -1ന് താഴോട്ടേ ഉള്ളൂ ഗ്രാഫ്. അപ്പോൾ ഏത് ഇന്റർവെല്ലിലും ഗ്രാഫ് ഇല്ല, ഓപ്പൺ ഇന്റർവെൽ -1 എന്നുള്ള ഇന്റർവെല്ലിൽ ഗ്രാഫ് ഇല്ല എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ sec xന്റെ കോഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ റിയൽ നമ്പേഴ്സിനെ നിന്ന് ഏതൊക്കെ പോയിന്റ്സ് ഒഴിവാക്കിയേക്കുന്നു? 6 സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്ന് ഓപ്പൺ ഇന്റർവെൽ -1 എന്നുള്ള അതിനിടയ്ക്കുള്ള പോയിന്റ്സ് എല്ലാം ഒഴിവാക്കിയേക്കുന്നു. അതാണ് sec xന്റെ റേഞ്ച്. അപ്പോൾ നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ കോഡൊമൈൻ 6 ആണ്, sec xന്റെ കോഡൊമൈൻ 6നെ നമുക്ക് എങ്ങോട്ട് റെസ്ട്രിക്ട് ചെയ്താൽ മതി? ഈ പോയിന്റ്സ് ഈ ഇന്റർവെൽ ഒഴികെ ഉള്ള പോയിന്റ്സ്, ബാക്കിയുള്ള റിയൽ നമ്പേഴ്സും എടുത്ത് നമുക്ക് sec xന്റെ റേഞ്ച് കിട്ടും. അപ്പോൾ sec xന്റെ കോഡൊമൈനെ നമ്മൾ എങ്ങോട്ട് റെസ്ട്രിക്ട് ചെയ്യുന്നു? r മൈനസ് ഓപ്പൺ ഇന്റർവെൽ -1 1. അപ്പോൾ sec x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൺ ടു ആയി. അപ്പോൾ sec x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇപ്പോൾ കോഡൊമൈനെ റെസ്ട്രിക്ട് ചെയ്ത് r മൈനസ് ഓപ്പൺ ഇന്റർവെൽ -1 1 റെസ്ട്രിക്ട് ചെയ്തു, sec xന്റെ റേഞ്ചിലോട്ട് റെസ്ട്രിക്ട് ചെയ്തു. അപ്പോൾ ഫംഗ്ഷൻ എന്തായി? ഓൺ ടു ആയി. ഇപ്പം 1 1 ഓൺ ടു ആണെങ്കിൽ മാത്രമേ ആ ഫംഗ്ഷൻ ഇൻവെർട്ടബിൾ ആകത്തുള്ളൂ. അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ ഇപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ഉപയോഗിക്കാം. ഇപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ഉപയോഗിക്കേണ്ട കാര്യം പോലും ഇല്ല, കാരണം യു ഷേപ്പിലാണ് ഇവിടെ ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മിഡിൽ പോയിന്റ് കൂടി നമ്മൾ ലൈൻ വരച്ച് 2 സിമെട്രിക്കൽ ആയിട്ടുള്ള പോർഷൻസ് കിട്ടുന്നതല്ല. അപ്പോൾ ഈ ഒരു സൗണ്ട് വരച്ച് ലൈൻ വരച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഗ്രാഫിന് ഒന്നിലധികം പോയിന്റ് കട്ട് ചെയ്യും. അതായത് കോഡൊമൈനിലുള്ള ഒരു പോയിന്റിന് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് ആ പോയിന്റിൽ കൂടി നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ പോയിന്റിന് ഒന്നിലധികം പ്രീഇമേജുകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഫംഗ്ഷൻ എന്തല്ല? 1 അല്ല. കോഡൊമൈനിലുള്ള ഒരു പോയിന്റിന് പോലും ഒന്നിലധികം പ്രീഇമേജ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇവിടെ അപ്പോൾ നമുക്ക് അങ്ങനെ പ്രീഇമേജ് ഉണ്ടായ ഫംഗ്ഷൻ 1 അല്ല. അപ്പോൾ ഈ ഗ്രാഫ് ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന 1 അല്ല, ഓൺ ടു ആക്കി എടുത്തേക്കുവാണ്. കോഡൊമൈനെ റെസ്ട്രിക്ട് ചെയ്ത് ഓൺ ടു ആക്കി എടുത്തേക്കുക, പക്ഷെ 1 അല്ല. ഇപ്പം 1 ഈ റേഞ്ച് നിലനിർത്തിക്കൊണ്ട് sec xന്റെ ഈ റേഞ്ചിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഡൊമൈൻ റെസ്ട്രിക്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്താൽ നമുക്ക് പറ്റും? ഈ റേഞ്ച് r -1 1 പരിവയം വേണം. ആ രീതിയിൽ നമുക്ക് ഒരു ഇന്റർവെൽ നമുക്ക് കൺസിഡർ ചെയ്യാം. sec xന് ഒരു ഇന്റർവെൽ, അപ്പം ക്ലോസ്ഡ് ഇന്റർവെൽ 0 ഉൾപ്പെടുന്നുണ്ട്, 0 വരുന്നുണ്ട്, ഗ്രാഫ് പൈയിൽ വരുന്നുണ്ട്. അപ്പോൾ ക്ലോസ്ഡ് ഇന്റർവെൽ 0π. പക്ഷേ π/2 ശ്രദ്ധിച്ചാൽ അറിയാം, π/2 എന്ന് പറയുന്ന പോയിന്റിൽ ഗ്രാഫ് അത് ചേർന്ന് പോകുന്നു എന്നേ ഉള്ളൂ, π/2 വരുന്നില്ല. π/2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം, ക്ലോസ്ഡ് ഇന്റർവെൽ 0π - π/2. അപ്പോൾ sec xന്റെ ഡൊമൈനെ നമുക്ക് എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാം? ക്ലോസ്ഡ് ഇന്റർവെൽ 0π മൈനസ് ഏത് പോയിന്റ് ഒഴിവാക്കിയാൽ മതി? ഡിഫൈൻഡ് അല്ലാത്ത ഒരു പോയിന്റേ ഉള്ളൂ ആ ഇന്റർവെല്ലിൽ, ഏതാണ്? π/2. ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ? ഈ ഫംഗ്ഷൻ 1 ആയി, ഓൺ ടു ആയി, ദെൻ ഇൻവെർട്ടബിൾ. ഇതേപോലെ മറ്റുള്ള ഇന്റർവെല്ലിൽ കൂടെ നമുക്കൊന്ന് ഗ്രാഫ് നോക്കിയേക്കാം. ഇവിടെ ഗ്രാഫ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ പൈയിലുണ്ട്, 2πയിൽ വരുന്നുണ്ട് ഗ്രാഫ് ഉണ്ട്. അപ്പം ക്ലോസ്ഡ് ഇന്റർവെൽ π 2π മൈനസ് ഏത് ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല? 3π/2 മൈനസ് 3π/2 ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഇവിടെ റേഞ്ചിന് മാറ്റമൊന്നുമില്ല. റേഞ്ച് r മൈനസ് ഓപ്പൺ ഇന്റർവെൽ -1 1 നിലനിർത്തിക്കൊണ്ട് തന്നെ ഡൊമൈനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തെടുത്തു. ഇനി അടുത്ത ഒരു ഇന്റർവെൽ നോക്കാം.
അടുത്ത ഇന്റർവെല്ലിൽ ക്ലോസ്ഡ് ഇന്റർവെൽ -π0. ഏത് പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻ അല്ല? -π/2 ഫംഗ്ഷൻ ഡിഫൈൻ അല്ല. ഇവിടെ എല്ലാം എന്താ നമ്മൾ ശ്രദ്ധിച്ച ഫംഗ്ഷൻ 1 ആണ്, ഓൺ2 ആണ്, ഇൻവെർട്ടിബിൾ ആണ്. ഇൻവെർട്ടിബിൾ ആകുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇന്റർവെല്ലിൽ നമുക്ക് 0π എന്നുള്ള ഇന്റർവെല്ലിൽ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യത്തെ ഇന്റർവെൽ തന്നെ എടുക്കാം. അപ്പൊ സീക്ക് ഫ്രം ക്ലോസ്ഡ് ഇന്റർവെൽ 0π മൈനസ് സെറ്റ് π/2 r മൈനസ് ഓപ്പൺ ഇന്റർവെൽ -1 1. അപ്പൊ സീക്കിന്റെ ഇൻവെർട്ടിബിൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇൻവേഴ്സ് ഉണ്ട്. അപ്പൊ ഇൻവേഴ്സ് എന്തായിട്ട് ഇങ്ങനെ എടുക്കാം? സീക്കിന്റെ റേഞ്ച്, സീക്ക് ഇൻവേഴ്സിന്റെ ഡൊമൈൻ, സീക്കിന്റെ ഡൊമൈൻ, സീക്ക് ഇൻവേഴ്സിന്റെ റേഞ്ച്. അപ്പൊ സീക്ക് ഇൻവേഴ്സ് ഫ്രം റേഞ്ച് ഡൊമൈൻ ആയിട്ട് മാറും. സീക്കിന്റെ റേഞ്ച് സീക്ക് ഇൻവേഴ്സിന്റെ ഡൊമൈൻ ആയിട്ട് വരും. അപ്പൊ എങ്ങനെ എടുക്കാം? r മൈനസ് ഓപ്പൺ ഇന്റർവെൽ -1 1 2 ക്ലോസ്ഡ് ഇന്റർവെൽ 0π മൈനസ് സെറ്റ് π/2. ഇതാണ് സീക്ക് ഇൻവേഴ്സ്. നമുക്ക് സീക്ക് ഇൻവേഴ്സിന്റെ ഡൊമൈനും റേഞ്ചും. ഇൻവെർട്ടിബിൾ ആണ്, ഫംഗ്ഷൻ 1 1 ഓൺ2 ആണ്, ദെൻ ഇൻവെർട്ടിബിൾ ആണ്, സീക്ക് ഇൻവേഴ്സ് ഫ്രം ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനിയും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് ഇൻ ദിസ് ബ്രാഞ്ച്, ഈ ഒരു ബ്രാഞ്ചിൽ, ഈ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച്, അതായത് ബ്രാഞ്ച് ഏതാണ്? ക്ലോസ്ഡ് ഇന്റർവെൽ 0π മൈനസ് സെറ്റ് π/2. ഈ ഒരു ഇന്റർവെല്ലിൽ വരുന്ന കോസ് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സിന്റെ വാല്യൂവിന് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സീക്ക് ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ ഉള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഈ ഒരു ബ്രാഞ്ച് മാത്രമേ നമ്മൾ മറ്റുള്ള ബ്രാഞ്ചുകളിൽ പറയുന്നില്ല, ഈ ഒരു ബ്രാഞ്ചിലായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് കാണാനുള്ളത് ഇതിന്റെ ഡെഫിനിഷനാണ്. മറ്റുള്ള ഫംഗ്ഷന്റെ ഇൻവേഴ്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഡൊമൈനിൽ ഒരു പോയിന്റ് നമുക്ക് എടുക്കാം. ഇപ്പം സീക്ക് ഇൻവേഴ്സ് y, let y belongs to r minus open interval -1 1. അപ്പൊ സീക്ക് ഇൻവേഴ്സ് y, സീക്ക് ഇൻവേഴ്സ് yയുടെ സീക്ക് ഇൻവേഴ്സ് എന്നുള്ള ഗ്രാഫിലെ ഇമേജ് ആണ് x എങ്കിൽ തിരിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം y = സീക്ക് x. എക്സിന്റെ സീക്ക് എന്നുള്ള ഗ്രാഫിലെ ഇമേജ് ആണ് y. അപ്പൊ സീക്ക് ഇൻവേഴ്സ് y = x implies y = സീക്ക് x. അതാണ് സീക്ക് ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ. ഇനി നമുക്ക് സീക്ക് എക്സിന്റെ ഗ്രാഫിൽ നിന്ന് സീക്ക് ഇൻവേഴ്സിന്റെ ഗ്രാഫിലോട്ട് എത്താനുള്ള മെത്തേഡും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടെ റിഫ്ലക്ട് ചെയ്താൽ മതി. y = x കൂടെ ഈ ഗ്രാഫിനെ ഒന്ന് റിഫ്ലക്ട് ചെയ്യിപ്പിച്ചാൽ മതി. ഈ ഗ്രാഫിനെ y = x കൂടെ ഒന്ന് റിഫ്ലക്ട് ചെയ്യിപ്പിച്ചാൽ നമുക്ക് സീക്ക് ഇൻവേഴ്സിന്റെ ഗ്രാഫ് കിട്ടുന്നതായിരിക്കും. ഇതാണ് സീക്ക് ഇൻവേഴ്സിന്റെ ഗ്രാഫ് നമുക്ക്. അപ്പൊ സീക്ക് എക്സിന്റെ ഗ്രാഫിൽ നിന്ന് ആ ഗ്രാഫിൽ വെച്ചുകൊണ്ട് തന്നെ സീക്ക് എക്സിന്റെ ഗ്രാഫ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സീക്ക് ഇൻവേഴ്സ് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ y = സീക്ക് എക്സ് എന്ന് പറയുന്ന ഗ്രാഫിനെ y = x എന്ന് പറയുന്ന ലൈനിൽ കൂടെ റിഫ്ലക്ട് ചെയ്താൽ മതി. ഇത് മിറർ ഇമേജ് ആണ് നമുക്ക് സീക്ക് ഇൻവേഴ്സിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി സീക്ക് ഇൻവേഴ്സ് നമുക്ക് വേറെ സെപ്പറേറ്റ് നമുക്ക് ഈ ഒരു ഗ്രാഫിക്സ് ടൂല് സീക്ക് ഇൻവേഴ്സ് മാത്രം നമുക്ക് കാണണമെങ്കിൽ അങ്ങനെയും കാണാം. സീക്ക് ഇൻവേഴ്സിന്റെ ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്, കൊടുത്തേക്കുന്നത് സീക്ക് ഇൻവേഴ്സിന്റെ ഗ്രാഫാണ്. അപ്പോൾ ഇനി ഞാനിപ്പോൾ രണ്ട് സീക്ക് ഇൻവേഴ്സ്, ഇത് സീക്ക് എക്സിന്റെ ഗ്രാഫ് എടുത്തിട്ട് y = x കൂടെ റിഫ്ലക്ട് ചെയ്തതാണ് ഈ ഫസ്റ്റ് ഗ്രാഫിക്സിൽ കാണുന്നത്. ഗ്രാഫിക്സ് 2ൽ കാണുന്നത് സീക്ക് ഇൻവേഴ്സ് ഡയറക്റ്റ് സീക്ക് ഇൻവേഴ്സിന്റെ ഗ്രാഫ് നേരിട്ട് വരച്ചേക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് ഈ സീക്ക് എക്സിന്റെ ഗ്രാഫ്, ഇവിടെ സീക്ക് എക്സിന്റെ ഗ്രാഫ് നമുക്ക് ഇതെടുക്കാം. സീക്ക് എക്സിന്റെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഇത് വേണം. സീക്ക് എക്സിന്റെ ഗ്രാഫ് നമുക്കിവിടെ പരിശോധിക്കാം. ഇപ്പോൾ സീക്ക് എക്സിന്റെ ഗ്രാഫിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കേ. ഇവിടെ നമ്മൾ എക്സ് ആക്സിൽ മാർക്ക് ചെയ്യുന്ന π/2 ടേംസിലും y ആക്സിൽ മാർക്ക് ചെയ്യുന്നത് 1 2 3 ടേംസിലുമാണ്. സീക്ക് ഇൻവേഴ്സ് വരച്ചപ്പോൾ ഇവിടെ എക്സ് ആക്സിൽ മാർക്ക് ചെയ്ത് എന്താണ് 1 2 3, y ആക്സിൽ മാർക്ക് ചെയ്ത് എന്താണ് π/2 ടേംസിൽ. അപ്പം ഇവിടെ എക്സ് ആക്സും y ആക്സും കൂടി ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്ക് ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സിന്റെ ഗ്രാഫ് നമുക്ക് കിട്ടാനായിട്ട് എക്സ് ആക്സും y ആക്സും കൂടി ഇന്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പം കോർഡിനേറ്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ആകും. അപ്പം P is a point in this let P is a point in this graph. P യുടെ കോർഡിനേറ്റ് സേ a, b, x കോർഡിനേറ്റ് a യും y കോർഡിനേറ്റ് b in the graph sec x. കറസ്പോണ്ടിങ് പോയിന്റ് ഇൻ സീക്ക് ഇൻവേഴ്സ് എടുക്കുമ്പോൾ ഈ എക്സ് ആൻഡ് y കോർഡിനേറ്റ് ഇന്റർചേഞ്ച് ചെയ്യും. ഇവിടെയാണ് പറയുന്നത്. അപ്പം P' അതേ പോയിന്റ് സീക്ക് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഗ്രാഫിലെ അതേ പോയിന്റ് എന്ന് പറയുന്നത് ബി ആയിരിക്കും. AB ആണ് ആദ്യത്തെ സീക്ക് എക്സ് എന്ന് പറയുന്ന ഗ്രാഫിലെ പോയിന്റ് എങ്കിൽ കറസ്പോണ്ടിങ് പോയിന്റ് ഇൻ സീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ് P' എന്ന ആ പോയിന്റ് നമുക്ക് പേര് കൊടുക്കും. P' എന്ന് പേര് കൊടുത്തു. ആ P' = ഓപ്പൺ ഇൻ B ആയിരിക്കും. എക്സ് ആൻഡ് y കോർഡിനേറ്റ്
ഇൻ്റർചേഞ്ച് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ ഗ്രാഫ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. വെൽക്കം ഓൾ. ഇത് നമ്മൾ എടുക്കുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ അടുത്ത ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. കോട്ടെക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കോട്ടെക്സ് എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണ്? കോട്ടെക്സ് ഡിഫൈൻ ചെയ്യുന്നത് ചില പോയിന്റ്സിലൊന്നും കോട്ടെക്സ് ഡിഫൈൻ ചെയ്തിട്ടില്ല. കോട്ടെക്സ് ഡിഫൈൻ ചെയ്യാത്ത പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോട്ടെക്സ് എന്ന് പറയുന്നത് cos x by sin x ആണ്. 0 ആവുന്ന പോയിന്റ്സിലൊന്നും ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ sin x 0 ആവുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ x = 0 ഡിഫൈൻഡ് അല്ല, π 2π 3π എന്നീ പറഞ്ഞ x =nπ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഈ ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റിനെ കോട്ടെക്സിൻ്റെ ഡൊമൈനിൽ നിന്നും മാറ്റിയേക്കുവാണ്. കോട്ടെക്സിൻ്റെ ഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ആ റിയൽ നമ്പേഴ്സിൽ നിന്നും കോട്ടെക്സ് ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ്സ് അതിൽ നിന്നും ഒഴിവാക്കിയേക്കുക. അപ്പോൾ കോട്ടെക്സിൻ്റെ ഡൊമൈൻ നമുക്ക് ഇങ്ങനെ എടുക്കാം. കോട്ട് ഫ്രം R minus set of all x such that x = nπ. ഇനി എങ്ങോട്ടാണ് ഫംഗ്ഷൻ? ഡൊമൈൻ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ടു R, കോഡൊമൈൻ R തന്നെയാണ്. കോട്ടെക്സിൻ്റെ കോഡൊമൈൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ കാണാം, നമുക്ക് ഇങ്ങനെ എഴുതാം. കോട്ട് ഫ്രം R minus set of all x such that x = nπ. ആ പോയിന്റ്സിനെ കോട്ടെക്സിന്റെ ഡൊമൈനിൽ നിന്ന് ഓൾറെഡി ഒഴിവാക്കിയിരിക്കുന്ന പോയിന്റ്സ് ആണ്. അവിടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. എന്തുകൊണ്ട് ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല എന്ന് പറഞ്ഞാൽ കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് cos x by sin x ആണ്. ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ് ഇല്ല. ഫംഗ്ഷനിൽ നിന്ന് ഒഴിവാക്കി, കോട്ടെക്സ് എന്ന് ഒഴിവാക്കി, ഡൊമൈനിൽ നിന്ന് ഒഴിവാക്കിയേക്കാണ്. ടു ആറിലോട്ട് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. കോഡൊമൈൻ = R തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ, അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. കോട്ടെക്സിൻ്റെ ഇൻവേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഫംഗ്ഷൻ എന്തായിരിക്കണം? ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സിൻ്റെ കാര്യം നമ്മൾ ഒന്ന് രണ്ട് ഗ്രാഫ് പറഞ്ഞിട്ടുള്ളതാണ്. ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഫംഗ്ഷൻ 1 ആയിരിക്കണം, 2 ആയിരിക്കണം. Then it is invertible. If f is invertible if and only if f is 1 1 and 2. അപ്പോൾ f 1 1 2 ആണെങ്കിൽ മാത്രമേ ഉള്ളൂ f ഇൻവെർട്ടിബിൾ ആകുള്ളൂ. അപ്പോൾ 1 1 2 ഫംഗ്ഷന് മാത്രമേ ഉള്ളൂ ഇൻവെർട്ടിബിൾ ആകുള്ളൂ. അപ്പോൾ ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്ന് നോക്കാം. ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്നിങ്ങനെ നോക്കാം. ഓൺ ടു ആണെന്ന് നമുക്ക് കണ്ടുകഴിഞ്ഞാൽ ഈ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് ഓൺ ടു ആണെന്ന് തന്നെ മനസ്സിലാക്കും. ഈ കോട്ടിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്, കോഡൊമൈൻ എന്ന് പറയുന്ന ആറാണ്, കോട്ടിൻ്റെ റേഞ്ചും ആറാണ്. കോഡൊമൈൻ = റേഞ്ച്. അപ്പോൾ ഫംഗ്ഷൻ ഈസ് ഓൺ ടു ആണ്. പക്ഷേ ഈ ഫംഗ്ഷൻ 1 1 ആണ് എന്ന് നോക്കിയിട്ടുണ്ടോ? ഫംഗ്ഷൻ കാണുമ്പോൾ ഓരോ ബ്രാഞ്ചായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 1 1 ആണ് എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ഒക്കെ പഠിച്ച. അപ്പോൾ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ഗ്രാഫിനെ ഒന്നിലധികം പോയിന്റ്സിൽ കട്ട് ചെയ്യുന്നു. അതായത് കോഡൊമൈനിലുള്ള ഒരു പോയിന്റിന് ഒന്നിലധികം പ്രീമേജുകൾ വരുന്നുണ്ട്. നമുക്കിവിടെ കാണാം, കോഡൊമൈനിലുള്ള ഒരു പോയിന്റ്സിന് ഒന്നിലധികം പ്രീമേജുകൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ x1 y1ൻ്റെ ഒരു പ്രീമേജാണ് x1, കോഡൊമൈനിലെ ഒരു പോയിന്റാണ് y1, y1ൻ്റെ അടുത്ത പ്രീമേജാണ് x2, അടുത്ത് ഇവിടെ ഫോം ചെയ്യും x3, പുറത്തോട്ടും ഉണ്ട് x4. അങ്ങനെ ഒരുപാട് y1 കോഡൊമൈനിലെ ഒരു എലമെന്റിന് ഒന്നിലധികം പ്രീമേജുകൾ ഉണ്ടാകുന്നു. അതായത് ഇവിടെ ഇങ്ങനെ പറയാം, x1ൻ്റെ ഇമേജാണ് y1, f of x1 = y1, f of x2 = y2, but x1 not equal to x2. ഫംഗ്ഷൻ എന്തല്ല? ഓൺ ടു, 1 1 അല്ല, ഓൺ ടു ആണ്, 1 1 അല്ല എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഫംഗ്ഷനെ നമുക്ക് 1 1 ആക്കി എടുക്കണം. അപ്പം ഇങ്ങനെ നിന്നാൽ ഇതിനകത്ത് ഒരു ബ്രാഞ്ച്, ഏതെങ്കിലും ഒരു ബ്രാഞ്ച് മതി. അപ്പോൾ നമുക്കിതിനെ ഫംഗ്ഷൻ 1 1 ആക്കി എടുക്കാനായിട്ട് ഈ കോട്ടെക്സിനെ ഈ ഒരു ബ്രാഞ്ചിലോട്ട് മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. കോട്ടെക്സിൻ്റെ ഡൊമൈനെ ഓപ്പൺ ഇൻ്റർവൽ 0π എന്നുള്ള ബ്രാഞ്ചിലോട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. അപ്പം ഇവിടെ നമുക്ക് ഇവിടെ ഇപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ ഗ്രാഫിനെ കട്ട് ചെയ്യുന്നത്. അതായത് y1 എന്ന് പറയുന്ന ഒരു പോയിന്റിന് ഒരു പ്രീമേജ്, y1 എന്നുള്ള ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രീമേജ് മാത്രമേ നമുക്കിവിടെ കാണത്തുള്ളൂ. ഒറ്റ പ്രീമേജ് മാത്രമേ നമുക്ക് കിട്ടൂ.
ഒരു പ്രീമേജ്. അപ്പോൾ x1ൻ്റെ y1ൻ്റെ ഒരു പ്രീമേജാണ് x1, അല്ല x1ൻ്റെ ഇമേജാണ് y1. ഒറ്റ ബ്രാഞ്ച് മാത്രമേ ഉള്ളതുകൊണ്ട് ഒരു പ്രീമേജ് മാത്രമേ കിട്ടൂ. ഫംഗ്ഷൻ 1 1 ആണ്. അപ്പോൾ ഫംഗ്ഷൻ ഇപ്പോൾ 1 1 ആയി, ഓൺ ടു ആയി. സോ ഫംഗ്ഷൻ ഈസ് ഇൻവെർട്ടിബിൾ. അപ്പോൾ കോട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ഫംഗ്ഷനാണ്. ഏത് ഡൊമൈൻ എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ഓപ്പൺ ഇൻ്റർവൽ 0 to r, കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് തന്നെയാണ്. ഇനി അടുത്ത ഇതുപോലെ നമുക്ക് അടുത്ത ഒരു ഇൻ്റർവെല്ലിൽ നമുക്ക് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷന് π to π, ഇൻ്റർവൽ ഓപ്പൺ ഇൻ്റർവൽ π to πയിൽ ഫംഗ്ഷൻ 1 1 on 2 ആണ് കോട്ടെക്സ്. അതേപോലെ അടുത്ത 2π 3π, അങ്ങനെ പല ബ്രാഞ്ച്, ഇങ്ങനെ ഓരോ ബ്രാഞ്ചായിട്ട് എടുത്ത് π to π, ഓപ്പൺ ഇൻ്റർവൽ π to π ഫംഗ്ഷൻ 1 1 on 2 ആണ്. അതുപോലെ ഇപ്പുറത്തോട്ടും എടുക്കാം, ഓപ്പൺ ഇൻ്റർവൽ -π0, ഈ ഒരു ഇൻ്റർവെല്ലിലും ഫംഗ്ഷൻ 1 1 ആണ്, ഓൺ 2 ആണ്, ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണ്. അപ്പം നമുക്ക് ആദ്യം പറഞ്ഞ കോട്ടെക്സ് ഫ്രം ഡൊമൈനെ റെസ്ട്രിക്റ്റ് ചെയ്ത്, സോ ഓപ്പൺ ഇൻ്റർവൽ 0 to r, ഫംഗ്ഷൻ 1 1 ആയി, ഓൺ 2 ആയി, ഇൻവെർട്ടിബിൾ ആയി. അപ്പോൾ ഈ കോട്ടെക്സിൻ്റെ, അപ്പോൾ കോട്ട് ഇൻവെർട്ടിബിൾ ആകുമ്പോൾ നമുക്ക് ഈ കോട്ട് ഇൻവേഴ്സ് ഫ്രം കോട്ടെക്സിൻ്റെ ഡൊമൈൻ കോട്ട് ഇൻവേഴ്സിൻ്റെ റേഞ്ച് ആയിട്ടും കോട്ടെക്സിൻ്റെ റേഞ്ച് കോട്ട് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ ആയിട്ടും മാറും. അപ്പോൾ ഈ ഒരു ഇൻ്റർവെൽ മാത്രമേ ഇനി നമ്മൾ കോട്ട് ഇൻവേഴ്സ് പറയുമ്പോൾ എടുക്കാറുള്ളൂ. കാരണം ദി വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് ഇൻ ദിസ് ബ്രാഞ്ച്, ഈ ഒരു ബ്രാഞ്ചിൽ വരുന്ന വാല്യൂസിനെ, കോട്ട് ഇൻവേഴ്സിൻ്റെ വാല്യൂസിനെ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള ബ്രാഞ്ചിലെല്ലാം കോട്ടെക്സ് ഫംഗ്ഷൻ കോട്ട് 1 1 ആണ്, ഓൺ 2 ആകുന്നുണ്ട്, ഇൻവെർട്ടിബിൾ ഒക്കെയാണ്. പക്ഷേ കോട്ട് ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ ഇനിയും നമ്മൾ പറയുമ്പോൾ ഈ ഒരു ഇൻ്റർവെൽ, ഈ ഒരു ബ്രാഞ്ചിലായിരിക്കും പറയുന്നത്. അപ്പോൾ അതിനൊരു പർട്ടിക്കുലർ നെയിമുണ്ട്, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഈ കോട്ട് ഇൻവേഴ്സ് വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് ഇൻ ദിസ് ബ്രാഞ്ച് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ കോട്ടെക്സിൻ്റെ ഗ്രാഫിൽ നിന്ന് കോട്ട് ഇൻവേഴ്സിൻ്റെ ഗ്രാഫിനെ നമുക്ക് എങ്ങനെ എത്തിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ കോട്ടെക്സിൻ്റെ ഗ്രാഫിനെ നിന്ന് കോട്ട് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് കാണാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് അതിനെ y = x ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ചാൽ മതി. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ് ഇവിടെ കിടപ്പുണ്ട്, റിഫ്ലക്ഷൻ അബൌട്ട് എ ലൈൻ. ഇപ്പം ഈ കോട്ടെക്സിൻ്റെ ഗ്രാഫിനെ y = x ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് എന്തിൻ്റെ ഗ്രാഫ് കിട്ടും? കോട്ട് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് നമുക്ക് കിട്ടും. ഇപ്പം നമുക്ക് വേണമെങ്കിൽ y = x ഒക്കെ ഒന്ന് മാറ്റി, കോട്ടെക്സ് വേണമെങ്കിൽ മാറ്റി കോട്ട് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് നമുക്ക് കാണാവുന്നതാണ്. ഇതാണ് കോട്ട് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് വരച്ചേക്കുന്നത്. ഇനി നമുക്ക് കോട്ട് ഇൻവേഴ്സിൻ്റെ മാത്രം ഗ്രാഫാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്കിവിടെ നിന്ന് കോട്ട് ഇൻവേഴ്സിൽ നിന്ന് ഈ ഗ്രാഫിക്സ് ടൂളിൽ നമുക്ക് കോട്ട് ഇൻവേഴ്സ് ഒന്ന് കാണാനായിട്ട് വരച്ചു. കോട്ട് ഇൻവേഴ്സിൻ്റെ ഗ്രാഫിക്സ് ടൂൾ നോക്കിയാൽ നമുക്ക് കോട്ട് ഇൻവേഴ്സിൻ്റെ മാത്രം ഗ്രാഫായിട്ട്, അപ്പം കോട്ടെക്സിൻ്റെ ഗ്രാഫിൽ നിന്ന് കോട്ട് ഇൻവേഴ്സ് കിട്ടാനായിട്ട് നമുക്ക് = കോട്ടെക്സിനെ ഗ്രാഫിനെ ചെയ്തത് നമ്മളിങ്ങനെയാണ്. കോട്ടെക്സ് എന്ന് പറയുന്ന ഗ്രാഫിനെ കോട്ടെക്സിനെ y = x ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ചപ്പോഴാണ് കോട്ട് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് കിട്ടിയത്. റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ചാണ് കോട്ട് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് കിട്ടിയേക്കുന്നത്. ഇനി കോട്ട് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് മാത്രം നമ്മൾ വരയ്ക്കാനാണെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ വരയ്ക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കോട്ടെക്സിൻ്റെ ഗ്രാഫ് വരച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, കോട്ടെക്സിൻ്റെ ഗ്രാഫ് വരച്ചപ്പം ഇവിടെ എക്സ് ആക്സിലെ പോയിന്റ്സ് മാർക്ക് ചെയ്ത് π/2 ടേംസിലാണ്, y ആക്സിലെ പോയിന്റ്സ് 1 2 3 എന്ന് മാർക്ക് ചെയ്തു, -1 -2 താഴോട്ട്. കോട്ട് ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടുത്തെ കോട്ടെക്സിൻ്റെ എക്സ് ആക്സും കോട്ട്സിൻ്റെ y ആക്സ് ആയിട്ട് മാറും. കോട്ടെക്സിലെ എക്സ് ആക്സിലെ പോയിന്റ്സ് കോട്ട് ഇൻവേഴ്സിൻ്റെ y ആക്സിലെ പോയിന്റ്സ് ആയിട്ട് മാറും, y ആക്സിലെ പോയിന്റ് ഇവിടെ എക്സ് ആക്സിലെ പോയിന്റ്സ് ആയിട്ട് മാറുന്ന കാണാം. അതായത് ഇവിടെ 1 2 3 എന്നാണ് എടുത്തേക്കുന്നത്, പോയിന്റ്സ് മാർക്ക് ചെയ്തേക്കുന്നത് 1 2 3 എന്ന് കണ്ട. അപ്പം ഈ കോട്ടെക്സും കോട്ട് ഇൻവേഴ്സ് കിട്ടാനായിട്ട് എക്സ് ആക്സ് y ആക്സ് കൂടി ഇന്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പം കോട്ട് ഇൻവേഴ്സ് മാത്രം വരയ്ക്കണമെങ്കിൽ എക്സ് ആക്സിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് 1 2 3 എന്ന് മാർക്ക് ചെയ്ത് പോവുക, ലെഫ്റ്റ് സൈഡിലോട്ട് -1 -2 എന്ന് മാർക്ക് ചെയ്യുക, y ആക്സിലോട്ട് π/2 ടേംസ് മാർക്ക് ചെയ്യുക. കോട്ടെക്സിൻ്റെ ഗ്രാഫ് ആണെങ്കിൽ തിരിയും, എക്സ് ആക്സിലെ പോയിന്റ്സ് എല്ലാം y ആക്സിലും y ആക്സിലെ പോയിന്റ്സ് എല്ലാം എക്സ് ആക്സിലും മാർക്ക് ചെയ്ത് പോകണം. കോട്ടെക്സിൻ്റെ ഗ്രാഫിൽ എക്സ് ആക്സിലെ പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നത് π/2 ടേംസിലാണ്, y ആക്സിലെ പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നത് 1 2 3 എക്സെട്ര അങ്ങനെ പോകും. അതാണ് ഈ കോട്ടെക്സും കോട്ട് ഇൻവേഴ്സും തമ്മിലുള്ള അടുത്ത ഒരു റിലേഷൻ പറയാനുള്ളത്.
പിന്നെ കോർട്ടെക്സിന്റെ ഗ്രാഫിലെ ഒരു പോയിന്റ് ലെറ്റ് പി ഈസ് എ പോയിന്റ് ഇൻ ദിസ് ഗ്രാഫ് കോർട്ടെക്സ്. കോർട്ടെക്സിന്റെ കോർഡിനേറ്റ് നമ്മൾ x1 y1 ആയിട്ട് എടുക്കുക. അല്ലെ എ ബി എക്സ് കോർഡിനേറ്റ് എയും വൈ കോർഡിനേറ്റ് ബി. അങ്ങനെ കറസ്പോണ്ടിങ് പോയിന്റും കോർഡിനേറ്റ്സ് എടുക്കുമ്പോൾ ഇത് എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് ഇന്റർചേഞ്ചിങ്. അപ്പം കോർട്ടെക്സിന്റെ അതേ പോയിന്റ് തന്നെ കോർഡിനേറ്റ്സിനെ എടുക്കുമ്പോൾ അത് ബി എ കോർഡിനേറ്റ്സ് പി ഡാഷ് ഈക്വൽ ടു പി ഡാഷ് എന്ന് പറഞ്ഞാൽ പോയിന്റ് നമുക്ക് പേര് കൊടുക്കാം. പി ഡാഷ് ഈക്വൽ ടു ബി എ ആയിട്ട് മാറും. എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് ഇന്റർചേഞ്ച് ചെയ്യും ഈ രണ്ട് ഗ്രാഫിന്റെ പോയിന്റ്സ് തമ്മിൽ, കറസ്പോണ്ടിങ് പോയിന്റ്സ് തമ്മിൽ. അപ്പൊ ഇനി നമുക്ക് കോർഡിനേറ്റ്സിന്റെ ഡെഫിനിഷനിലോട്ട് നമുക്കൊന്ന് വരാവുന്നതാണ്. അപ്പൊ ആദ്യം കോർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ്. അപ്പൊ ഇവിടെ നമ്മൾ എവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി എങ്ങനെയാണ് ഇതിന്റെ കോർഡിനേറ്റ്സിന്റെ ഡെഫിനിഷൻ ഒന്ന് വരുന്നതെന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് നമുക്കൊന്നുകൂടെ ഈ ഹൊറിസോണ്ടൽ ലൈനൊക്കെ ഒന്നുകൂടെ ഞാനൊന്ന് എടുക്കുന്നു പോയിന്റ്സ് ഒന്ന് പറയാനായിട്ട്. അപ്പൊ ഇത് വെച്ച് നമുക്കൊന്ന് പറയാം. ഇവിടെ കോട്ടിന്റെ ഒരു ഗ്രാഫ് മാത്രമേ ഉള്ളൂ. കോട്ടിന്റെ ഗ്രാഫിൽ നിന്ന് തന്നെ കോർഡിനേറ്റ്സിന്റെ ഡെഫിനിഷൻ നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ x1 നിന്നും എക്സിൽ നിന്നും വൈയിലോട്ടാണ് ഗ്രാഫ്, എക്സ് ടു വൈയിലോട്ടാണ്. അപ്പൊ കോട്ട് x1ന്റെ കോട്ട് ഗ്രാഫിലെ ഇമേജ് ആണ് y1. കോട്ട് x1 ഈക്വൽ ടു y1. അപ്പൊ എക്സ് ആക്സിൽ നിന്ന് വൈ ആക്സിലോട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ എഫ് എന്നുള്ള ഫംഗ്ഷൻ കോട്ട് എന്ന കോട്ട് ഫംഗ്ഷൻ. ഇനി തിരിച്ച് വൈ ആക്സിൽ നിന്ന് എക്സ് ആക്സിലോട്ടാണ് വൈ ആക്സിൽ നിന്ന് എക്സ് ആക്സിലോട്ടാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ വൈ ടു എക്സിലോട്ടാണെങ്കിൽ അത് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആകും. അപ്പൊ y1 എന്ന് പറയുന്ന പോയിന്റിന്റെ വൈ ടു എക്സിലോട്ട് വരുമ്പോൾ അത് എന്തായിട്ട് ഗ്രാഫ് ഇപ്പം കോട്ടല്ല, തിരിച്ചു പറയുമ്പോൾ നമ്മൾ കോട്ട് ഇൻവേഴ്സ് ആണ്. അപ്പൊ കോട്ട് ഇൻവേഴ്സ് ഇങ്ങനെ പറയാം, കോട്ട് ഇൻവേഴ്സ് y1 ഈക്വൽ ടു x1. y1 എന്ന് പറയുന്ന പോയിന്റിന്റെ y1 എന്ന് പറയുന്ന y ആക്സിലെ ഒരു പോയിന്റ് ആണ് y1ന്റെ കോട്ട് ഇൻവേഴ്സ് എന്നുള്ള ഗ്രാഫിന്റെ ഇമേജ് ആണ് x1. അപ്പൊ കോട്ട് ഇൻവേഴ്സ് y1 ഈക്വൽ ടു x1. തിരിച്ചു പറയാം, ദിസ് ഇംപ്ലൈസ് x1 ഈക്വൽ ടു കോട്ട് y1. കോട്ട് ഇൻവേഴ്സ് y1 ഈക്വൽ ടു x1 ആണെങ്കിൽ y1 ഈക്വൽ ടു കോട്ട് x1. കോട്ട് x1 ഈക്വൽ ടു y1. കോട്ട് x1 ഈക്വൽ ടു y1 എന്ന് പറയാം. തിരിച്ച് കോട്ട് ഇൻവേഴ്സ് y1 ഈക്വൽ ടു x1 എന്നും പറയാം. അപ്പം ജനറലായിട്ട് നമ്മൾ പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് y ഈക്വൽ ടു x ഇഫ് ആൻഡ് ഓൺലി ഇഫ് y ഈക്വൽ ടു കോട്ട് x. ഇതാണ് കോട്ട് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. ഓക്കെ, താങ്ക് യു.